അലൈക്കും, വെൽക്കം ബാക്ക് സജന ഹക്കീം വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വായിൽ കപ്പലോടും രുചിയെന്ന് പറയാനില്ല. അതുപോലെ വളരെ ടേസ്റ്റിയായ അതീവ രുചികരമായ കിടിലം മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. തേങ്ങ അരച്ച് വെച്ച മീൻകറിയാണ് കേട്ടോ. അടിപൊളി മീൻകറി റെസിപ്പിയാണ്. എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അങ്ങനെ ഇതാ 1/2 കിലോ വാളയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റിയായ മീനാണ് കേട്ടോ. ഇനി നമുക്കതിലേക്കുള്ള തേങ്ങാക്കൂട്ട് റെഡിയാക്കി എടുക്കണം. അതിനായി ഇതാ 1/2 മുറി നാളികേരവും ചെറുള്ളിയും ഇഞ്ചി പേസ്റ്റും പിന്നെ ഇതാ പെരിഞ്ചീരകം പാകത്തിന് ഇട്ട് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, പിന്നെ ഇതാ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ എന്നിവ പാകത്തിന് ചേർത്ത ശേഷം പാകത്തിന് വെള്ളവും ഒഴിച്ച് മിക്സി ജാറിൽ നമുക്ക് വെണ്ണ പോലെ അടിച്ചെടുത്ത് വരാം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. അങ്ങനെ ദാ വെണ്ണ പോലെ ദാ മിക്സിയിൽ അടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുപ്പത്തേക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് അതിലേക്കുള്ള തേങ്ങാക്കൂട്ട് അടിച്ചെടുത്തത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതാ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാ പച്ചമുളക് 3-4 എണ്ണം കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായി തക്കാളിക്കുട്ടനാണ് കേട്ടോ. 2 മീഡിയം സൈസിലുള്ള തക്കാളിക്കുട്ടൻ അരിഞ്ഞതാണ് ഇനി അടുത്തതായി ചേർത്ത് കൊടുക്കാൻ പോകുന്നു കേട്ടോ. അങ്ങനെ ദാ തക്കാളിയും അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി അങ്ങോട്ട് മിക്സ് ആക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് മുളകിൻ്റെ കുത്തൊന്ന് ഒതുങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ദാ മുളകിൻ്റെ കുത്തൊന്ന് ഒതുങ്ങിയ ശേഷം ദാ ഒരു കുടംപുളി അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ, ഒരു ചോള. അങ്ങനെ ദാ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. മീഡിയം സൈസുള്ള മാങ്ങ, പച്ചമാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായി അങ്ങോട്ട് മിക്സാക്കി അങ്ങനെ ദാ ചാറൊക്കെ വെട്ടി തിളച്ചതാ കുറുകിതാ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ദാ മീനൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. പാകത്തിന് ദാ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ദാ ചെറുള്ളിക്കുട്ടൻ അരിഞ്ഞതും പറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് കറി തൂളിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ദാ ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദാ കറിയൊക്കെ തൂളിച്ച് വളരെ ടേസ്റ്റിയായ വളരെ രുചികരമായ മീൻകറി ദാ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ ട്രൈ ചെയ്താത്ത കൂട്ടുകാർ ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.